ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ അപ്പസ്തോലിക രേഖയിലൂടെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, കുടുംബ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ടത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം. ഹല്ലേലൂയ. ഇനി ആര് ചോദിച്ചാലും ഉറക്കെ വിളിച്ച് പറയണം, കുടുംബ ജീവിതത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം, അടിത്തറ എന്തായിരിക്കണം? വിശുദ്ധ ഗ്രന്ഥം. സന്യാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം? വിശുദ്ധ ഗ്രന്ഥം. ഈ ബൈബിളിലെ ക്രിസ്തുവിനെ അനുകരിക്കാനാണ് ഞാനും നിങ്ങളും ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നത്, അല്ലേ? അപ്പം ഈ വിശുദ്ധ ഗ്രന്ഥമായിരിക്കണം നമ്മുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ വചനം, എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. എന്നിട്ട് പറയുന്നു, ആഴത്തിൽ കുഴിച്ച പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണ് അവൻ. എന്നിട്ടോ, വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു, എന്നാൽ ആ വീടിനെ തകർക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരിക്കുന്നു. പല കുടുംബജീവിതവും തകരുന്ന നിമിഷങ്ങളിൽ, തകർന്നുകൊണ്ടിരിക്കുന്ന നിമിഷമുണ്ടല്ലോ, പൊട്ടിപ്പാളിഷാകുന്നൊരു നിമിഷമുണ്ടല്ലോ, ഡൈവേഴ്സൊക്കെ അങ്ങ് നടക്കാൻ പോകുന്നൊരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാനും കൗൺസിലിങ്ങിന് വേണ്ടിയൊക്കെ വരുമ്പോഴേ ഞാൻ ഇവരോട് ചോദിക്കാവുന്ന കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനങ്ങളൊക്കെ ഒന്ന് പറയാവോ? ഒരു ഭാര്യ അനുവർത്തിക്കേണ്ട ദൈവവചനങ്ങൾ, ഒരു ഭർത്താവ് അനുസരിക്കേണ്ട തിരുവചനങ്ങൾ, ഒരു കുടുംബ ജീവിതത്തിൽ എപ്പോഴും മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട വിശുദ്ധ ഗ്രന്ഥം ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ വചനം പോലും അറിയത്തില്ല. ഇതാ നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം. പ്രൈസ് ദി ലോർഡ്.